8 ദിവസത്തെ ദൗത്യത്തിനായി പോയ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് ഇനി അടുത്ത വർഷം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് 6 മാസം കൂടി നീളുമെന്ന് വെളിപ്പെടുത്തി നാസ. 2025 ഫെബ്രുവരിയോടെയായിരിക്കും ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കാനാവുകയെന്നാണ് നാസ നൽകുന്ന ഏറ്റവും പുതിയ വിവരം. ഇക്കഴിഞ്ഞ ജൂൺ 5-നായിരുന്നു ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 6-ന് ISS-ലെത്തി ജൂൺ 13-ഓടെ മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ നിലവിൽ ഇവർ ഏകദേശം 2 മാസമായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ ബഹിരാകാശ പേടകം മുമ്പ് ISS-ലേക്ക് 2 യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു സുനിതയും വിൽമോറും. വിക്ഷേപണത്തിന് മുൻപ് സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഹീലിയം ചോർച്ച കണ്ടെത്തുകയായിരുന്നു. ഇതുകാരണം യാത്ര പലതവണ മാറ്റിവെച്ചു. ഒടുവിൽ ജൂൺ 5-ന് വിക്ഷേപണം വിജയകരമാവുകയും 24 മണിക്കൂറിന് ശേഷം ഇരുവരും സുരക്ഷിതരായി നിലയത്തിലെത്തുകയും ചെയ്തു. ജൂൺ 13-നായിരുന്നു ആദ്യ മടക്കയാത്ര തീരുമാനിച്ചിരുന്നത്. തുടർന്നത് ജൂൺ 26-ലേക്ക് നീട്ടിവെച്ചു. ബോയിംഗ് സ്റ്റാർലൈനർ ക്യാപ്സ്യൂളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണമാണ് സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങാൻ സാധിക്കാത്തത്. ദൗത്യം അനിശ്ചിതമായി നീളുന്നത് ബഹിരാകാശ സഞ്ചാരികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മൈക്രോഗ്രാവിറ്റി റേഡിയേഷൻ കൂടുതൽ നേരം ഏൽക്കേണ്ടി വരുന്നതിനാൽ ബഹിരാകാശ യാത്രികരുടെ അസ്ഥികൾക്കും പേശികൾക്കും ക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ ഗുരുത്വാകർഷണം മൂലം മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കും. ദീർഘനാൾ ബഹിരാകാശത്ത് തങ്ങുന്നത് യാത്രികരുടെ തലച്ചോറിന്റെ ഘടനയിൽ മാറ്റം വരുത്തുമെന്നും പഠനങ്ങൾ പറയുന്നു. 2025 ഫെബ്രുവരിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് നാസ നൽകുന്ന വിവരം. 4 ബഹിരാകാശ സഞ്ചാരികളെയും കൊണ്ടാണ് ISS-ലേക്ക് സ്പേസ് എക്സ് ക്രൂ 9 യാത്ര തിരിക്കുന്നത്. ഓഗസ്റ്റ് 18-ന് ക്രൂ 9 വിക്ഷേപിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് നാസ നടത്തിവരുന്നത്. ഇത് കണക്കിലെടുത്ത് ക്രൂ 9-ന്റെ വിക്ഷേപം നാസ സെപ്റ്റംബർ 25-ലേക്ക് നീട്ടിയിട്ടുണ്ട്. സെപ്റ്റംബർ 24-നകം സ്റ്റാർലൈനിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും സുനിതയെയും വിൽമോറിനെയും തിരികെ കൊണ്ടുവരിക.